പോൾ ബ്രണ്ടൻ എഴുതിയ എ സെർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യ എന്ന പുസ്തകത്തിലെ ദ ഗാർഡൻ ഓഫ് ദ ലോർഡ് എന്ന അധ്യായത്തിന്റെ അവലോകനമാണ് ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോകൾ കണ്ടുകാണുമല്ലോ. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. ഉത്തരേന്ത്യയിലെ എൻ്റെ യാത്രകളിൽ നിന്നും 2 വഴികൾ ഒത്തുചേരുന്നത് ഒരു വിചിത്രവും വളരെ കുറച്ചാളുകൾക്കു മാത്രം അറിയാവുന്നതുമായ ഒരു സ്ഥലത്തേക്കാണ്. ആ സ്ഥലം ദയാൽബാഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ തോട്ടം എന്നാണ്. ആ വഴികളിലൊന്നാണ് ലക്നൌവിൽ നിന്നുള്ളത്. അവിടെ ഞാൻ സുന്ദർലാൽ നിഗം എന്ന യുവാവിനൊപ്പം സമയം ചിലവഴിച്ചു. അവൻ എൻ്റെ ഗൈഡും സുഹൃത്തും പോലെയായിരുന്നു. പ്രായം കുറവായിരുന്നെങ്കിലും അവന്റെ ചിന്തയും അറിവും വളരെയധികം പക്വമായിരുന്നു. നാം ലക്നൌ നഗരത്തിലൂടെ നടക്കുമ്പോൾ തത്വചിന്തകളെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. പഴയ മുഗൾ കൊട്ടാരങ്ങൾ കാണുമ്പോൾ ഒരു കാലത്ത് രാജാക്കന്മാരായിരുന്നവരുടെ വിധിയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു. ആർക്കിടെക്ചറിന്റെ സൗന്ദര്യം, ആ നിർമ്മിതിയുടെ വളവുകളും നിറങ്ങളും എനിക്ക് വീണ്ടും വീണ്ടും ആകർഷണമായി തോന്നി. പഴയ രാജാക്കന്മാരുടെ വിനോദത്തോട്ടങ്ങളിൽ ഓറഞ്ച് മരങ്ങൾക്കിടയിൽ ചെലവഴിച്ച സമയം എനിക്ക് മറക്കാനാവാത്ത അനുഭവമായി. ഒരിക്കൽ ആ കൊട്ടാരങ്ങളിൽ രാജാക്കന്മാരുടെ പ്രിയങ്കരികൾ താമസിച്ചിരുന്നെങ്കിലും ഇന്നവിടെയുള്ളത് ഓർമ്മകൾ മാത്രം. മങ്കി ബ്രിഡ്ജ് എന്ന സ്ഥലത്തിന് സമീപമുള്ള ഒരു മനോഹരമായ പള്ളി എന്നെ പ്രത്യേകമായി ആകർഷിച്ചു. വെളുത്ത നിറത്തിൽ തിളങ്ങുന്ന ആ പള്ളി സൂര്യപ്രകാശത്തിൽ ഒരു സ്വപ്നലോകം പോലെ തോന്നി. അകത്ത് ആളുകൾ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന കാഴ്ച വളരെ ഗൗരവമായിരുന്നു. ഇങ്ങനെ യാത്രകൾക്കിടയിൽ നിഗമിന്റെ സ്വഭാവത്തിൽ ചില പ്രത്യേകതകൾ ഞാൻ ശ്രദ്ധിച്ചു. അവന്റെ ബുദ്ധിയും യാഥാർത്ഥ്യബോധവും കൂടെ ഒരു യോഗവിദ്യാർത്ഥിയുടെ മനസ്സിന്റെ ആഴവും ആത്മീയ ബോധവുമുണ്ടായിരുന്നു. പിന്നീട് അവൻ രാധാസ്വാമി എന്നൊരു സംഘത്തിലെ അംഗമാണെന്ന് വെളിപ്പെടുത്തി. മറ്റൊരു വഴി എന്നെ മല്ലിക് എന്ന ഒരാളിലൂടെ ദയാൽബാഗിലേക്കെത്തിച്ചു. അവനും അതേ സംഘത്തിൽപ്പെട്ടവനായിരുന്നു. ശരീരത്തിൽ ശക്തിയും ഗാഢമായ അറിവുമുള്ള ഒരാളായിരുന്നു അവൻ. മല്ലിക് വടക്കുപടിഞ്ഞാറൻ അതിർത്തി പ്രദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു. അവിടെ മുൻപ് യുദ്ധസ്വഭാവമുള്ള ഗോത്രക്കാർ ഇപ്പോൾ റോഡുകളും പാലങ്ങളും നിർമ്മിക്കുന്നതിൽ പങ്കാളികളായി മാറിയിരുന്നു. മല്ലിക്കിന്റെ സ്വഭാവത്തിൽ ധൈര്യവും പ്രായോഗികതയും കൂടെ ആത്മീയതയുമുണ്ടായിരുന്നു. കുറച്ചുകാലം കഴിഞ്ഞ് അവൻ തന്റെ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞു. സാഹബ്ജി മഹാരാജ് എന്നാണ് ആ ഗുരുവിന്റെ പേര്. അദ്ദേഹം രാധാസ്വാമികളുടെ നേതാവാണ്. ഈ ഗുരുവിന്റെ പ്രത്യേകതയെന്തെന്നാൽ പാശ്ചാത്യ ജീവിതരീതിയും യോഗവും ഒരുമിച്ചു ചേർക്കാൻ ശ്രമിക്കുന്നതാണ്. നിഗവും മല്ലിക്കും ചേർന്നാണ് എന്നെ ദയാൽബാഗിലേക്ക് ക്ഷണിച്ചത്. ആ സ്ഥലത്ത് സാഹബ്ജി മഹാരാജിന്റെ അതിഥിയായി ഞാനെത്തി. ആഗ്രയിൽ നിന്ന് കുറച്ചു ദൂരം യാത്ര ചെയ്ത് ഞാൻ ദയാൽബാഗിലെത്തി. ആദ്യ കാഴ്ചയിൽ തന്നെ ഈ സ്ഥലം തന്റെ പേരിനൊത്തതാണെന്ന് തോന്നി. ഒരു ശാന്തവും മനോഹരവുമായ തോട്ടം പോലെ. എന്നെ ഒരു ഓഫീസ് മുറിയിലേക്ക് കൊണ്ടുപോയി. അതിന്റെ അലങ്കാരം യൂറോപ്യൻ ശൈലിയിലായിരുന്നു. ഈ സ്ഥലം വളരെ ആധുനികമായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടിരുന്ന യോഗികളുടെ ജീവിതരീതിയിൽ നിന്ന് ഇത് പൂർണ്ണമായും വ്യത്യസ്തമായിരുന്നു. കുറച്ചുനേരത്തിനകം സാഹബ്ജി മഹാരാജ് എത്തി. ലളിതവും വിനയിതവുമായ അദ്ദേഹത്തിന്റെ സ്വഭാവം വളരെ ആകർഷകമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ദൈവം സ്നേഹം മാത്രമല്ല, സൗന്ദര്യവുമാണ്. മനുഷ്യൻ തന്റെ ഉള്ളിലെ ആത്മാവിനെ പ്രകടിപ്പിക്കുമ്പോൾ അത് ചുറ്റുപാടിലും പ്രകടമാകണം. അദ്ദേഹം മറ്റൊരാശയവും പറഞ്ഞു. ഒരു മുറിയിലും അതിലുപയോഗിക്കുന്ന വസ്തുക്കളിലും മനുഷ്യരുടെ ചിന്തകളും വികാരങ്ങളും സ്വാധീനം ചെലുത്തുന്നു. ഇത് കാണാൻ കഴിയില്ലെങ്കിലും അത് യാഥാർത്ഥ്യമാണ്. ഞാൻ ഇന്ത്യയിലെ ചില പ്രശ്നങ്ങളെ തുറന്നു പറഞ്ഞു. ശുചിത്വക്കുറവ്, പഴയ ആചാരങ്ങളിൽ കുടുങ്ങിനിൽക്കൽ, പുരോഗതിയിൽ പിന്നാക്കം എന്നിവ. അതിന് അദ്ദേഹം സമ്മതിച്ചു. മതം പലപ്പോഴും തന്റെ ശുദ്ധത നഷ്ടപ്പെടുന്നു. ആദ്യം അത് സജീവമായിരിക്കും, പിന്നീട് അത് വാക്കുകളായി മാത്രം മാറും, അവസാനം അത് കാപട്യമായി മാറും. അദ്ദേഹം പറഞ്ഞു, നമുക്കിവിടെ ജീവിതം കൂടുതൽ മനോഹരവും സന്തോഷകരവുമാക്കാൻ ശ്രമിക്കണം. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആത്മീയതയും സാധാരണ ജീവിതവും ഒരുമിച്ചു കൊണ്ടുപോകാമെന്ന് ലോകത്തിന് കാണിക്കുക. ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു.
ഇവിടെ ഒരിക്കൽ മരങ്ങൾ വളരാൻ പോലും കഴിയാത്ത മരുഭൂമി പോലുള്ള ഭൂമിയായിരുന്നു. ആദ്യ വർഷം നട്ട മരങ്ങളിൽ പലതും വളർന്നു വന്നില്ല. പക്ഷേ അവർ ശ്രമം നിർത്തിയില്ല. ഇന്നവിടെ ആയിരക്കണക്കിന് മരങ്ങൾ വളരുന്നു. ഇത് നമ്മുടെ ശ്രമത്തിന്റെ പ്രതീകമാണ്, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്നെ ദയാൽബാഗ് കാണാൻ അയച്ചു. അവിടെ ഞാൻ കണ്ടത് വൃത്തിയുള്ള വീഥികൾ, മരങ്ങളാൽ നിറഞ്ഞ വഴികൾ, മനോഹരമായ പൂന്തോട്ടങ്ങൾ, ഫാക്ടറികളും വർക്ക്ഷോപ്പുകളും. ഈ സ്ഥലം പാശ്ചാത്യ പുരോഗതിയും കിഴക്കൻ ആത്മീയതയും ഒരുമിച്ചുള്ള ഒരു പുതിയ പരീക്ഷണമായിരുന്നു. എന്റെ സന്ദർശനം ആദ്യമെന്നെ ചെരിപ്പ് നിർമ്മാണ ഫാക്ടറിയിലേക്കാണ്. മുകളിലൂടെ ഓടുന്ന ബെൽറ്റുകൾ തുടർച്ചയായി യന്ത്രങ്ങളെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നു. തൊഴിലാളികൾ വളരെ നൈപുണ്യത്തോടെ ജോലി ചെയ്യുകയായിരുന്നു. ഇംഗ്ലണ്ടിലെ വലിയ ഫാക്ടറികളിൽ കണ്ട തൊഴിലാളികളെപ്പോലെ തന്നെയായിരുന്നു അവരുടെ കഴിവ്. ഈ ഫാക്ടറിയുടെ മേൽനോട്ടക്കാരൻ യൂറോപ്പിൽ പോയി ആധുനിക രീതികൾ പഠിച്ചവനാണ്. ചെരുപ്പുകൾ, സാൻഡലുകൾ, ബാഗുകൾ, ബെൽറ്റുകൾ തുടങ്ങിയവ എല്ലാം യന്ത്രങ്ങളുടെ സഹായത്തോടെ നിർമ്മിക്കുന്നു. ഇവിടെ ജോലി ചെയ്യുന്നവരിൽ പലരും ഒന്നുമറിയാത്തവരായിരുന്നു. പക്ഷേ പരിശീലനം നൽകി ഇവരെ നന്നായി വളർത്തിയെടുത്തു. ഇവിടെ നിർമ്മിക്കുന്ന സാധനങ്ങളിൽ ചിലത് ദയാൽബാഗിലും ആഗ്രയിലും വിൽക്കുന്നു. ബാക്കി വലിയ നഗരങ്ങളിലേക്കും അയക്കുന്നു. അടുത്തതായി ഞാനൊരു ടെക്സ്റ്റൈൽ ഫാക്ടറിയിലെത്തി. അവിടെ കോട്ടൺ വസ്ത്രങ്ങളും സിൽക്ക് വസ്ത്രങ്ങളും നിർമ്മിക്കുകയായിരുന്നു. മറ്റൊരു കെട്ടിടത്തിൽ ആധുനിക യന്ത്രങ്ങളുള്ള ഒരു വർക്ക്ഷോപ്പും ലോഹപ്രവർത്തന കേന്ദ്രവും ഉണ്ടായിരുന്നു. വലിയ യന്ത്രങ്ങൾ ശബ്ദത്തോടെ പ്രവർത്തിക്കുന്ന കാഴ്ച വളരെ ആകർഷകമായിരുന്നു. ശാസ്ത്രീയ ഉപകരണങ്ങൾ, ലബോറട്ടറി സാമഗ്രികൾ എന്നിവയും ഇവിടെ നിർമ്മിക്കുന്നു. സർക്കാർ പോലും ഇവിടത്തെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. സ്വർണം, നിക്കൽ, ബ്രാസ് എന്നിവ ഉപയോഗിച്ച് നടത്തുന്ന സൂക്ഷ്മ പ്രവർത്തനങ്ങളും ഞാൻ കണ്ടു. ഇതിൽ കൂടാതെ ഇലക്ട്രിക് ഫാനുകൾ, ഗ്രമാഫോണുകൾ, കത്തി, ഫർണിച്ചർ തുടങ്ങിയവയും ഇവിടെ നിർമ്മിക്കുന്നു. ഒരു തൊഴിലാളി പുതിയ തരത്തിലുള്ള ശബ്ദോപകരണം കണ്ടെത്തിയതും അത് ഉടൻ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നതും ഞാൻ അറിഞ്ഞു. ഇവിടെ ഒരു ഫൗണ്ടൻ പേന നിർമ്മാണ യൂണിറ്റ് ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരമൊരു ശ്രമം. പല പരീക്ഷണങ്ങൾക്ക് ശേഷം മാത്രമാണ് ഇത് വിജയിച്ചത്. എന്നാൽ ഒരു ഭാഗം നിർമ്മിക്കാൻ ഇപ്പോഴും യൂറോപ്പിന്റെ സഹായം ആവശ്യമുണ്ട്. ദയാൽബാഗിൽ ഒരു പ്രിന്റിംഗ് പ്രസ്സുമുണ്ട്. അവിടെ ഹിന്ദി, ഉർദു, ഇംഗ്ലീഷ് ഭാഷകളിൽ പുസ്തകങ്ങളും മറ്റച്ചടിപ്പണികളും നടത്തുന്നു. പ്രേം പ്രചാരക് എന്ന ചെറിയ പത്രവും ഇവിടെ നിന്നാണ് പുറത്തിറങ്ങുന്നത്. എനിക്ക് ശ്രദ്ധയിൽപ്പെട്ട ഏറ്റവും വലിയ കാര്യം, ഇവിടെ ജോലി ചെയ്യുന്നവർ സന്തോഷത്തോടെയാണ് ജോലി ചെയ്യുന്നത്. അവർക്കിതൊരു കടമയായി തോന്നുന്നില്ല, മറിച്ച് ഒരു സേവനമായി കാണുന്നു. ദയാൽബാഗിന് സ്വന്തം വൈദ്യുതി ഉൽപ്പാദന സംവിധാനമുണ്ട്. ഫാക്ടറികളിലും വീടുകളിലും ഇതാണ് ഉപയോഗിക്കുന്നത്. കൃഷിവിഭാഗവും ഇവിടെ പ്രവർത്തിക്കുന്നു. ചെറിയതെങ്കിലും ആധുനികമായൊരു ഫാം അവിടെയുണ്ട്. ട്രാക്ടർ പോലുള്ള യന്ത്രങ്ങളും ഉപയോഗിക്കുന്നു. പാലുൽപാദന കേന്ദ്രം ഏറ്റവും മികച്ച രീതിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. വളരെ ശുചിത്വത്തോടെയാണത് നടത്തുന്നത്. മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കൂടുതൽ പാലുൽപാദനം നടക്കുന്നു. പാൽ ശുദ്ധമായി സൂക്ഷിക്കാൻ പ്രത്യേക സംവിധാനങ്ങളും ബട്ടർ നിർമ്മിക്കാൻ യന്ത്രങ്ങളും ഇവിടെ ഉപയോഗിക്കുന്നു. ഇതിന്റെ മേൽനോട്ടം സാഹബ്ജി മഹാരാജിന്റെ മകനാണ്. അദ്ദേഹം യൂറോപ്പിലെയും അമേരിക്കയിലെയും മികച്ച ഡയറി കേന്ദ്രങ്ങളിൽ പഠിച്ച ആളാണ്. ആദ്യകാലത്ത് വെള്ളം ലഭ്യമാക്കുന്നത് വലിയ പ്രശ്നമായിരുന്നു. പിന്നീട് കനാൽ നിർമ്മിക്കുകയും ആഴത്തിലുള്ള കിണറുകൾ കുഴിക്കുകയും ചെയ്ത് അത് പരിഹരിച്ചു. ദയാൽബാഗിന് സ്വന്തം ബാങ്കുമുണ്ട്. അത് നഗരത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ പ്രധാന സ്ഥാനമാണ് കൈവരിക്കുന്നത്. വലിയൊരു സ്കൂൾ ഇവിടെ പ്രവർത്തിക്കുന്നു. 100 കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നു. അവിടെ മതപാഠങ്ങൾ നിർബന്ധമല്ല, പക്ഷേ നല്ല സ്വഭാവം വളർത്തുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ. കായിക വിനോദങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു. ഹോക്കി, ഫുട്ബോൾ, ക്രിക്കറ്റ്, ടെന്നീസ് തുടങ്ങിയവ. പെൺകുട്ടികൾക്കായുള്ള ഒരു കോളേജും ഇവിടെയുണ്ട്. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു ശ്രമമാണിത്. ടെക്നിക്കൽ കോളേജും ഇവിടെ പ്രവർത്തിക്കുന്നു. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, വാഹന എഞ്ചിനീയറിംഗ് എന്നിവ പഠിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ സൗകര്യങ്ങളുള്ള ഹോസ്റ്റലുകളുമുണ്ട്. നഗരത്തിലെ വീടുകളെല്ലാം ഒരേ രീതിയിൽ ആസൂത്രണം ചെയ്തതാണ്. സൗന്ദര്യവും ക്രമവും പാലിച്ചാണ് നിർമ്മാണം. ആശുപത്രിയും പ്രസവകേന്ദ്രവും ഇവിടെ പ്രവർത്തിക്കുന്നു.
ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും ഞാൻ കണ്ടു. എന്നാൽ കുറ്റകൃത്യങ്ങൾ തടയാൻ മാത്രമല്ല, പുറത്തുനിന്നുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം. സാഹബ്ജി മഹാരാജ് തിരക്കുകൾക്കിടയിൽ വീണ്ടും കുറച്ച് സമയം കണ്ടെത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. ഇത്തരമൊരു പുരോഗമനപരമായ പട്ടണം ഇന്ത്യയിൽ കണ്ടത് എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. ഇത്ര വലിയൊരു പദ്ധതി നിങ്ങൾ എങ്ങനെ സാമ്പത്തികമായി നടത്തുന്നു? ഞാൻ ചോദിച്ചു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ സംഘത്തിലെ ആളുകളാണ് നടത്തുന്നത്. ആരെയും നിർബന്ധിക്കുന്നില്ല, പക്ഷേ അവർക്ക് കഴിയുന്നത്ര സഹായിക്കുന്നത് അവരുടെ ഒരു ആത്മീയ കടമയായി അവർ കാണുന്നു. ആദ്യകാലത്ത് ഈ സംഭാവനകളെ ആശ്രയിക്കേണ്ടി വന്നെങ്കിലും ഭാവിയിൽ ദയാൽബാഗ് സ്വയം നിലനിൽക്കുന്ന ഒരു സംവിധാനമാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് ധനികർ പിന്തുണയുണ്ടോ? ഇല്ല, അദ്ദേഹം മറുപടി നൽകി. ഞങ്ങളുടെ അംഗങ്ങളിൽ ഭൂരിഭാഗവും സാധാരണ ജീവിതം നയിക്കുന്നവരാണ്. പലരും ത്യാഗം ചെയ്ത് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഈ സംഘടനയിൽ 1,00,000-ലധികം അംഗങ്ങളുണ്ടെന്നും പക്ഷേ അവരിൽ ചിലർ മാത്രമാണിവിടെ താമസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സംഘടന വർഷങ്ങളായി നിലനിൽക്കുന്നു. എന്നാൽ കഴിഞ്ഞ 20 വർഷത്തിനിടയിലാണ് ഏറ്റവും വലിയ വളർച്ചയുണ്ടായത്. ആരംഭത്തിൽ വെറും 5,000 രൂപയും ചെറിയൊരു സ്ഥലവുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ഇത് ആയിരക്കണക്കിന് ഏക്കറുകളിലേക്ക് വ്യാപിച്ചു. നിങ്ങൾ എത്ര വലിയ പട്ടണം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു? ഞാൻ ചോദിച്ചു. ഏകദേശം 10 മുതൽ 12,000 ആളുകൾക്ക് താമസിക്കാനാവുന്ന ഒരു പട്ടണം മതി, അദ്ദേഹം പറഞ്ഞു. അതിലധികം ആളുകൾ വന്നാൽ പ്രശ്നങ്ങൾ കൂടും. അദ്ദേഹത്തിന്റെ ലക്ഷ്യം വലിയ നഗരങ്ങളെപ്പോലെ തിരക്കേറിയ സ്ഥലമല്ല, മറിച്ച് ആളുകൾക്ക് ശാന്തമായി ജീവിക്കാൻ കഴിയുന്ന ഒരു ഗാർഡൻ സിറ്റിയാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് പൂർത്തിയായാൽ ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലും ഇതുപോലെ സമൂഹങ്ങളുണ്ടാകണം. ഇന്ത്യ വ്യവസായ വികസനത്തിലേക്ക് നീങ്ങണം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും, അദ്ദേഹം പറഞ്ഞു. ദാരിദ്ര്യം ഒഴിവാക്കാൻ അതാവശ്യമാണ്. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങൾ പോലെ മുഴുവനായും ഭൗതികതയിൽ മുങ്ങിപ്പോകാൻ പാടില്ല. അദ്ദേഹം വിശദീകരിച്ചു. ഇവിടെ ഞങ്ങൾ സഹകരണ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. വ്യക്തിപരമായ ലാഭത്തെക്കാൾ സമൂഹത്തിന്റെ നന്മയാണ് പ്രാധാന്യം. ഇവിടെ ജോലി ചെയ്യുന്ന പലരും പുറത്ത് ലഭിക്കുന്നതിലും കുറവ് ശമ്പളത്തിന് സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു. ചിലർ അവരുടെ സേവനം സൗജന്യമായി പോലും നൽകുന്നു. എല്ലാവരെയും പ്രേരിപ്പിക്കുന്നത് ഒരു ആത്മീയ ലക്ഷ്യമാണ്. അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. നിങ്ങളിവിടെ താമസിക്കാൻ വന്നാൽ നിങ്ങൾക്ക് കൂടുതലായി സമ്പാദിക്കാനാകുമായിരുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾ കുറച്ചു വരുമാനത്തിൽ തൃപ്തിപ്പെടണം. കാരണം ഇവിടെ പ്രധാന ലക്ഷ്യം ആത്മീയ വളർച്ചയാണ്. ഇവിടെയുള്ള ഫാക്ടറികളും കൃഷിയിടങ്ങളും കോളേജുകളുമെല്ലാം സമൂഹത്തിന്റെ ഉടമസ്ഥതയിലാണ്. എന്നാൽ വ്യക്തികൾക്ക് സ്വന്തം സ്വത്ത് കൈവശം വയ്ക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ സംവിധാനത്തിൽ സോഷ്യലിസത്തിന്റെ കടുത്ത നിയന്ത്രണങ്ങളുമില്ല, ക്യാപിറ്റലിസത്തിന്റെ അനീതികളുമില്ല. സമ്പാദ്യങ്ങളെല്ലാം ഒരു വിശ്വാസത്തോടെ കൈകാര്യം ചെയ്യപ്പെടുന്നു. ഒരു കമ്മിറ്റിയാണിത് നിയന്ത്രിക്കുന്നത്. അദ്ദേഹം പിന്നെ ഒരു പുതിയ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. ഇൻഹെറിറ്റൻസ് ഫണ്ട്. ആർക്കെങ്കിലും ഒരു നിശ്ചിത തുക സംഭാവനയായി നൽകുകയാണെങ്കിൽ അവർക്കും അവരുടെ കുടുംബത്തിനും ഒരു നിശ്ചിത വരുമാനം ലഭിക്കും. ഇതുവഴി ഭാവിയിൽ വലിയൊരു സാമ്പത്തിക അടിത്തറയുണ്ടാക്കാനാണ് പദ്ധതി. നിങ്ങൾ ക്യാപിറ്റലിസവും സോഷ്യലിസവും തമ്മിലുള്ള ഒരു മധ്യപാത കണ്ടെത്താൻ ശ്രമിക്കുന്നതുപോലെ തോന്നുന്നു, ഞാൻ പറഞ്ഞു. അദ്ദേഹം ആത്മവിശ്വാസത്തോടെ ചിരിച്ചു. ഇന്ത്യയ്ക്കും ലോകത്തിനൊരു പരിഹാരം നൽകാനാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ ചില പ്രമുഖ നേതാക്കൾ ഈ പരീക്ഷണം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ചിലർ ഇതിനകം സന്ദർശിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജിയും ഒരിക്കൽ ഇവിടെ വന്നിരുന്നുവെന്നും എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ അദ്ദേഹം തയ്യാറായില്ലെന്നും പറഞ്ഞു. ഞങ്ങൾ രാഷ്ട്രീയത്തിലല്ല, പ്രായോഗിക മാറ്റത്തിലാണ് വിശ്വസിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയ്ക്ക് ഭാവിയിലേക്ക് മുന്നേറണം, പൂർവ്വകാലത്തിലേക്ക് തിരിഞ്ഞുപോകാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞു, ആധുനിക സാങ്കേതിക വിദ്യയെ സ്വീകരിക്കാതെ ഇന്ത്യയ്ക്ക് മുന്നേറാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ചിന്തകളും പ്രവർത്തനങ്ങളും കണ്ടപ്പോൾ ഒരാധുനിക ചിന്താഗതിയുള്ള നേതാവിനെയും ആത്മീയ ഗുരുവിനെയും ഒരുമിച്ച് കാണുന്ന അനുഭവം എനിക്കുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പ്രവർത്തനം 3 മേഖലകളിലാണ്: ശരീരത്തിനായി ജോലി, മനസ്സിനായി വിദ്യാഭ്യാസം, ആത്മാവിനായി ആത്മീയ അഭ്യാസം. ഇങ്ങനെ ഒരാളുടെ സമഗ്ര വളർച്ചയാണ് ലക്ഷ്യം. അവസാനം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ആത്മീയ യോഗങ്ങളിൽ പങ്കെടുക്കാമോ? അദ്ദേഹം സ്നേഹത്തോടെ മറുപടി നൽകി, തീർച്ചയായും, നിങ്ങൾക്കെല്ലായ്പ്പോഴും സ്വാഗതം. ദയാൽബാഗിലെ പ്രവർത്തനങ്ങൾ
രാവിലെ 6 മണിക്ക് തന്നെ ആരംഭിക്കുന്നു. പുലരിയുടെ വെളിച്ചം പതുക്കെ ഇരുട്ടിനെ മാറ്റുന്നു. പക്ഷികളുടെ മധുര ശബ്ദങ്ങളും കാക്കകളുടെ കരച്ചിലും ചേർന്ന് ഒരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. എന്റെ മാർഗദർശകനെ പിന്തുടർന്ന് ഞാനൊരു വലിയ താൽക്കാലിക ഹാളിലേക്കെത്തി. തുണികൊണ്ട് നിർമ്മിച്ച വലിയ കൂടാരം, മരത്തൂണുകൾ ഉപയോഗിച്ച് താങ്ങിയിരിക്കുന്നു. വാതിൽക്കൽ വലിയ തിരക്ക്. എല്ലാവരും അകത്ത് കയറുന്നതിനു മുൻപ് ചെരുപ്പ് പുറത്തഴിച്ചുവെക്കുന്നു. ഞാനും അതുപോലെ ചെയ്തു. അകത്ത് പ്രവേശിച്ചു. അകത്ത് ഒരു ഉയർന്ന വേദി. അതിന്റെ മധ്യത്തിൽ സാഹബ് ജി മഹാരാജ് ഇരിക്കുന്നു. അവരെ ചുറ്റി 100 കണക്കിന് ആളുകൾ നിലത്ത് വൃത്താകൃതിയിലിരിക്കുന്നു. എല്ലാവരുടെയും കണ്ണുകൾ ഗുരുവിലേക്കാണ്. പൂർണ്ണമായ നിശബ്ദത. ഞാനും ഒരു വശത്തിരിക്കാൻ ഇടം കണ്ടെത്തി. കുറച്ചു നേരത്തിനു ശേഷം ഹാളിന്റെ പിന്നിൽ നിന്ന് 2 പേർ എഴുന്നേറ്റ് മന്ദഗതിയിൽ ഭക്തിഗാനം തുടങ്ങുന്നു. ഹിന്ദി ഭാഷയിലുള്ള ആ ഗാനം വളരെ സുഖകരമായ താളത്തിലൊഴുകുന്നു. ഏകദേശം 15 മിനിറ്റ് ആ ഗാനം തുടരും. അതോടെ മനസ്സ് ശാന്തമാകുന്നു. പിന്നെ ശബ്ദം പതുക്കെ കുറഞ്ഞ് അവസാനിക്കുന്നു. ഇപ്പോൾ മുഴുവൻ ഹാളും പൂർണ്ണ നിശബ്ദതയിൽ. എല്ലാവരും ധ്യാനത്തിലോ പ്രാർത്ഥനയിലോ മുഴുകിയിരിക്കുന്നു. വേദിയിലിരിക്കുന്ന മഹാരാജ് ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ല. അവരുടെ മുഖത്ത് ഗൗരവവും സമാധാനവും നിറഞ്ഞിരിക്കുന്നു. ഈ നിശബ്ദത അരമണിക്കൂർ കൂടി നീളുന്നു. ഒരാളും ചലിക്കുന്നില്ല, ഒരു ശബ്ദവുമില്ല. ഇത് കഴിഞ്ഞ് എല്ലാവരും ശാന്തമായി പുറത്തേക്ക് പോകുന്നു. രാവിലെ ഞാൻ പലരുമായി സംസാരിച്ചു. ദയാൽ ബാഗിലെ അംഗങ്ങളും സന്ദർശകരും. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വടക്കിൽ നിന്നുള്ളവർ, തെക്കിൽ നിന്നുള്ളവർ, കിഴക്കിൽ നിന്നുള്ളവർ. അവരുടെ പെരുമാറ്റത്തിൽ ആത്മാഭിമാനവും പ്രായോഗിക ബുദ്ധിയും കാണാം. ആത്മീയതയിലേക്കുള്ള ആഗ്രഹമുണ്ടെങ്കിലും ജീവിതത്തിൽ നിലനിൽക്കുന്നവരാണവർ. അവരെ കണ്ടപ്പോൾ ഒരു നല്ല സമൂഹത്തിന്റെ ഉദാഹരണം പോലെ തോന്നി. ഉച്ചയ്ക്ക് ഒരു ചെറിയ യോഗം നടക്കുന്നു. ഇത് സന്ദർശകർക്കായി പ്രത്യേകമായി ഒരുക്കിയതാണ്. വ്യക്തിപരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. സാഹബ് ജി മഹാരാജ് ഓരോ കാര്യത്തിനും വ്യക്തമായ മറുപടി നൽകുന്നു. അദ്ദേഹത്തിന്റെ സംസാരശൈലി സൗഹൃദപരവും ഹാസ്യത്തോടെ നിറഞ്ഞതുമാണ്. ആത്മവിശ്വാസവും വിനയവും ഒരുമിച്ചുള്ള വ്യക്തിത്വം അദ്ദേഹത്തിൽ കാണാം. സന്ധ്യയോടെ വീണ്ടും വലിയ കൂട്ടായ്മ. ദിവസത്തെ ജോലികളെല്ലാം അവസാനിക്കുന്നു. ഫാക്ടറികളും കൃഷിയിടങ്ങളും അടയ്ക്കുന്നു. വീണ്ടും വലിയ കൂടാരം നിറഞ്ഞു. സാഹബ്ജി മഹാരാജ് വേദിയിലിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഓരോരുത്തരും മുന്നോട്ടുവന്ന് സ്വമേധയാ സംഭാവനകൾ സമർപ്പിക്കുന്നു. കമ്മിറ്റിയിലെ അംഗങ്ങൾ അത് ശേഖരിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനുശേഷം പ്രധാന പരിപാടി, മഹാരാജിന്റെ പ്രസംഗം. അദ്ദേഹം ഹിന്ദിയിൽ സംസാരിക്കുന്നു. വളരെ മനോഹരമായ ശൈലി, ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾ, ആഴമുള്ള ആത്മീയതയും ഉത്സാഹവും നിറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്നവരിൽ ഒരു പ്രചോദനം സൃഷ്ടിക്കുന്നു. അത് സ്പഷ്ടമായി അനുഭവിക്കാം. ദിവസം തോറും ഒരേ രീതിയിലുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. പ്രത്യേകിച്ച് സായാഹ്ന യോഗം ഏറ്റവും നീണ്ടതാണ്. ഏകദേശം 2 മണിക്കൂർ നീളുന്നു. സാഹബ്ജി മഹാരാജ് ഈ മുഴുവൻ പരിപാടിയും ക്ഷീണമില്ലാതെ ശക്തിയോടെ നടത്തുന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹം ഓരോ സായാഹ്ന പ്രസംഗത്തിലും എന്താണ് സംസാരിക്കാനിരിക്കുന്നത് എന്നത് മുമ്പേ തീരുമാനിച്ചിട്ടില്ല. ഞാനത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കസേരയിലിരിക്കുമ്പോൾ തന്നെ വിഷയമെനിക്കറിയില്ല. സംസാരം തുടങ്ങിക്കഴിഞ്ഞാലും അടുത്ത വാചകം എന്താകുമെന്നുപോലും എനിക്കറിയില്ല. എല്ലാം ഞാൻ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു. അവൻ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗം എന്നെ ഏറെ ചിന്തിപ്പിച്ചു. പ്രധാന ആശയം ഒരു ഗുരുവിന് കീഴടങ്ങൽ. ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. നമ്മൾ ദയാൽബാഗിലെ ഒരു തുറസായ സ്ഥലത്തിരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ആത്മീയ ജീവിതത്തിൽ ഒരു ഗുരു അനിവാര്യമാണ്. സ്വയം മാത്രം ആശ്രയിച്ചു മുന്നേറാൻ സാധിക്കില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കും ഒരു ഗുരു ആവശ്യമായിരുന്നോ? അദ്ദേഹം മറുപടി നൽകി, അതെ, ഞാനൊരു സത്യഗുരുവിനെ കണ്ടെത്താൻ 14 വർഷം തിരഞ്ഞു. ഞാൻ അതിശയിച്ചു. 14 വർഷം? അത്രയും സമയം വിലപ്പെട്ടതായിരുന്നോ? അദ്ദേഹം പറഞ്ഞു, സത്യഗുരുവിനെ തേടിയ സമയം ഒരിക്കലും നഷ്ടമല്ല. 20 വർഷമെടുത്താലും അതിന് വിലയുണ്ട്. അദ്ദേഹം തന്റെ അനുഭവം പങ്കുവച്ചു. ആദ്യത്തിൽ താനും സംശയപരനായ ഒരാളായിരുന്നു. പിന്നീട് ആത്മീയ സത്യം കണ്ടെത്താനുള്ള ആഗ്രഹം അതീവ ശക്തമായി. അദ്ദേഹം പ്രകൃതിയോട് പോലും ചോദിച്ചു,
സത്യമുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരൂ എന്ന്. അവസാനം അദ്ദേഹം അത്യന്തം വിഷമത്തിലെത്തി. ഭക്ഷണം ഉപേക്ഷിച്ച് മരണത്തേക്കും തയ്യാറായി. അത്തരം സമയത്ത് ഒരു സ്വപ്നം കണ്ടു. ഒരു ഗുരു പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അലഹബാദിലാണ് താങ്കളുടെ ഗുരു. വിലാസം വഴിയേ അറിയും. അടുത്ത ദിവസം ഒരു സുഹൃത്ത് വഴി ആ ഗുരുവിനെ തിരിച്ചറിഞ്ഞു. അങ്ങനെ അദ്ദേഹം ഗുരുവിനെ കണ്ടു, ശിഷ്യനായി. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ആത്മാർത്ഥമായ ഒരു അന്വേഷകൻക്ക് ഗുരുവിനെ ഒഴിവാക്കാൻ കഴിയില്ല. സത്യമായി അന്വേഷിച്ചാൽ ശരിയായ ഗുരു ഒരിക്കലെത്തും. ഞാൻ ചോദിച്ചു, ഗുരുവിനെ തിരിച്ചറിയാനെങ്ങനെ? അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരുവിനു മുമ്പേ അറിയാം ആരൊക്കെയാണ് വരേണ്ടത്. അവൻ അവരെ ആകർഷിക്കും. അതൊഴിവാക്കാനാകാത്തതാണ്. ഞാൻ പിന്നീട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ രാധാസ്വാമി ആശയങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം ചിരിച്ചു മറുപടി നൽകി, അവ മനസ്സിലാക്കണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. സിദ്ധാന്തം മാത്രം മതിയാവില്ല. അദ്ദേഹം തുടർന്നു, ശബ്ദയോഗം എന്നതിനെക്കുറിച്ച് പറഞ്ഞു. സൃഷ്ടിയുടെ തുടക്കത്തിലുണ്ടായ ആദ്യ ശക്തി, ശബ്ദം, അത് ദൈവത്തിന്റെ ആദ്യ പ്രവർത്തനമാണ്. അദ്ദേഹം വിശദീകരിച്ചു, ഈ ശബ്ദം സാധാരണ ശബ്ദമല്ല, അത് ആത്മീയ തലത്തിലുള്ളതാണ്. ശരിയായ ധ്യാനത്തിലൂടെ അത് കേൾക്കാം. ആ ശബ്ദം കേൾക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തിന്റെ ജ്ഞാനത്തിലേക്കും ആനന്ദത്തിലേക്കും ഉയരും എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഞാൻ ചോദിച്ചു, അത് രക്തത്തിന്റെ ശബ്ദമല്ലേ? അദ്ദേഹം പറഞ്ഞു, അല്ല, അത് ഭൗതിക ശബ്ദമല്ല, അതൊരു ആത്മീയ അനുഭവമാണ്. അദ്ദേഹം തുടർന്നു, മനസ്സിനെ അകത്തേക്ക് തിരിച്ച് ശരീരവും മനസ്സും നിയന്ത്രിച്ചാൽ ആ ദൈവീക ശബ്ദം അനുഭവിക്കാൻ കഴിയും. ഞാൻ സംശയം പ്രകടിപ്പിച്ചു, അതിന്റെ തെളിവെന്താണ്? അദ്ദേഹം പറഞ്ഞു, തെളിവ് അനുഭവം തന്നെയാണ്. പ്രായോഗികമായി അഭ്യസിക്കണം. അദ്ദേഹം മനുഷ്യശരീരത്തെക്കുറിച്ചും പറഞ്ഞു. മനുഷ്യശരീരത്തിൽ സൂക്ഷ്മ കേന്ദ്രങ്ങളുണ്ട്. അവ സജീവമാകുമ്പോൾ ആത്മീയ ലോകം അനുഭവിക്കാം. പ്രധാന കേന്ദ്രം പീനിയൽ ഗ്രന്ഥി. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ആത്മാവ് അവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അവിടെ നിന്ന് മാറുമ്പോൾ സ്വപ്നം, നിദ്ര, സമാധി എന്നിവ ഉണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന സന്ദേശം ധ്യാനമെന്നത് മനസ്സിനെ അകത്തേക്ക് തിരിക്കുക. ഞാൻ അവസാനം പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാകാം, പക്ഷെ തെളിവ് വേണം. അദ്ദേഹം മറുപടി നൽകി, ആദ്യം നമ്മുടെ മാർഗത്തിൽ പ്രവേശിക്കണം, പിന്നെ അനുഭവം ലഭിക്കും. ഞാൻ പറഞ്ഞു, തെളിവില്ലാതെ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അദ്ദേഹം കൈകൾ നീട്ടി പറഞ്ഞു, എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എല്ലാം ദൈവത്തിന്റെ കൈകളിലാണ്. ദിവസം തോറും ഞാൻ ഈ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നു. അംഗങ്ങൾ പോലെ തന്നെ ഞാൻ സ്ഥിരമായി എത്തുന്നു. അവരോടൊപ്പം ശാന്തമായി ധ്യാനം ചെയ്യുന്നു. ഗുരുവിന്റെ പ്രസംഗങ്ങൾ കേൾക്കുന്നു. അവരോട് സംശയങ്ങൾ ചോദിക്കുന്നു. രാധാസ്വാമി ആശയങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. ഒരു വൈകുന്നേരം ഒരു ശിഷ്യനൊപ്പം ഞാൻ ദയാൽ ബാഗിൽ നിന്ന് കുറച്ചു ദൂരേക്ക് നടന്നു. അവിടെ കാടിന്റെ തുടക്കം. അവിടെ നിന്ന് ഞങ്ങൾ യമുനാ നദിക്കരയിലേക്ക് നടന്നു. അവസാനം നദിക്കരയിലിരുന്നു. മണൽ നിറഞ്ഞ ഉയർന്ന കരയിൽ നിന്ന് ശാന്തമായി ഒഴുകുന്ന നദിയെ നോക്കി. വലിയ കഴുകന്മാർ ആകാശത്ത് പറന്നു നടക്കുന്നു. എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഇവിടെയൊക്കെ മുമ്പ് കാട്ടുമൃഗങ്ങളുണ്ടായിരുന്നു. രാത്രിയിൽ ഇവിടെയൊക്കെ സഞ്ചരിക്കുമായിരുന്നു. ഇപ്പോൾ അവ ഇവിടെ വരാറില്ല. അല്പം നിശബ്ദതയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, നമ്മുടെ യോഗങ്ങളിൽ പങ്കെടുത്ത ആദ്യ യൂറോപ്യൻ നിങ്ങളാണ്. ഇനി മറ്റുള്ള യൂറോപ്യന്മാർ വരും. നിങ്ങൾ കാണിച്ച മനസ്സിന് നന്ദി. നിങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിൽ ചേരാത്തതെന്തുകൊണ്ട്? ഞാൻ മറുപടി നൽകി, എനിക്ക് വിശ്വാസത്തെക്കുറിച്ച് സംശയമുണ്ട്. ഒരു മനുഷ്യന് അയാൾ ഇഷ്ടപ്പെടുന്നത് വിശ്വസിക്കുവാൻ എളുപ്പമാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ഗുരുവിനൊപ്പം ചെലവഴിക്കുന്ന സമയം നിങ്ങളെ സഹായിക്കും. ഞങ്ങൾ ആരെയും ബലമായി ചേർക്കാൻ ശ്രമിക്കില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളെങ്ങനെ ഈ സമൂഹത്തെ കണ്ടെത്തി? അദ്ദേഹം പറഞ്ഞു, എന്റെ അച്ഛൻ അംഗമാണ്. അദ്ദേഹം ഒരിക്കലും എന്നെ നിർബന്ധിച്ചില്ല. പിന്നീട് ഞാൻ സ്വയം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ മാർഗം എന്നെ ആകർഷിച്ചു. ഞങ്ങൾ വീണ്ടും നിശബ്ദമായി. യമുനയുടെ നീലനിറത്തിലുള്ള ഓളങ്ങൾ നോക്കിക്കൊണ്ട് ഞാൻ ആലോചനയിൽ മുഴുകി. ഈ ദേശത്തിലെ മനുഷ്യരുടെ ചിന്തകൾ വിശ്വാസത്താൽ നിറഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും ഒരു മതത്തോട് അവർ ചേർന്നിരിക്കും.
ഇന്ത്യയിൽ എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളും കാണാം, താഴ്ന്നതും ഉയർന്നതും. ഒരിക്കൽ ഞാനൊരു ക്ഷേത്രം കണ്ടിരുന്നു. അതിന്റെ ശില്പങ്ങൾ അത്യന്തം വ്യത്യസ്തമായിരുന്നു. അതിൽ മനുഷ്യജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ഉൾപ്പെട്ടിരുന്നു. ഇതാണ് ഇന്ത്യയുടെ പ്രത്യേകത. അതേസമയം ഉയർന്ന ആത്മീയതയും താഴ്ന്ന ആശയങ്ങളും ഒരുമിച്ചു നിലനിൽക്കുന്നു. എന്നാൽ രാധാസ്വാമി സമ്പ്രദായം അതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇത് വളരെ പ്രത്യേകതയുള്ളതാണ്. പഴയ യോഗ പരമ്പരയും ആധുനിക ജീവിതവും ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഇത്. ഭാവിയിൽ ദയാൽബാഗ് വലിയ പ്രാധാന്യം നേടുമോ? ഇന്ത്യയുടെ ഭാവി എന്തായിരിക്കും? ഇത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. പാശ്ചാത്യ സ്വാധീനം ഇന്ത്യയെ മാറ്റാൻ തുടങ്ങിയിരിക്കുന്നു. വ്യവസായവൽക്കരണം ആരംഭിച്ചു. ഇപ്പോൾ ഇന്ത്യയ്ക്ക് മുന്നിലുള്ള പ്രധാന പ്രശ്നം പാശ്ചാത്യരെ അനുകരിക്കണോ അല്ലെങ്കിൽ സ്വന്തം വഴി കണ്ടെത്തണോ? സാഹബ്ജി മഹാരാജിന്റെ ആശയം വ്യക്തമാണ്. ആത്മീയതയും പ്രായോഗിക ജീവിതവും ഒരുമിക്കണം. യോഗികൾ കാട്ടിൽ മാത്രം ഇരിക്കരുത്, അവർ സമൂഹത്തിലേക്ക് വരണം. ഫാക്ടറികളിലും സ്കൂളുകളിലും ആത്മീയത എത്തിക്കണം. യോഗ വെറും സന്യാസികൾക്കായി മാത്രമായാൽ ഇന്നത്തെ ലോകത്തിന് അതിന് പ്രാധാന്യമില്ലാതാവും. അതുകൊണ്ട് യോഗയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. സാഹബ്ജി മഹാരാജ് ഈ മാറ്റം മുൻകൂട്ടി കണ്ടു. അദ്ദേഹം യോഗത്തെ ആധുനിക ലോകവുമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചു. ഭാവിയിൽ ഒരു പുതിയ സംസ്കാരമുണ്ടാകുമോ? പാശ്ചാത്യ ശാസ്ത്രവും കിഴക്കൻ ആത്മീയതയും ചേർന്നൊരു സംസ്കാരം. എന്റെ ചിന്തകൾ അവസാനിച്ചു. ഞാൻ തല ഉയർത്തി നോക്കി. എന്റെ കൂട്ടുകാരൻ നദിയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. സൂര്യാസ്തമയം. ആകാശം ചുവന്ന നിറത്തിൽ മുങ്ങുന്നു. ശാന്തത അതീവ ഗാഢം. അവസാനം സൂര്യൻ അസ്തമിച്ചു. ഇരുട്ടു പടർന്നു. ഞങ്ങൾ നിശബ്ദമായി എഴുന്നേറ്റു. ദയാൽബാഗിലേക്ക് തിരിച്ചു നടന്നു. മുകളിലെ ആകാശത്ത് ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ. സാഹബ്ജി മഹാരാജ് ദയാൽബാഗ് വിട്ട് മധ്യപ്രദേശിലെ ഒരു സ്ഥലത്തേക്ക് വിശ്രമത്തിനായി പോകാൻ തീരുമാനിച്ചു. ഞാനും ദയാൽബാഗിനോട് വിട പറയാനുള്ള സമയമായെന്ന് തോന്നി. നമ്മൾ ഒരുമിച്ച് ടിമാർണി വരെ യാത്ര ചെയ്യുകയും അവിടെ നിന്ന് വേർപിരിയുകയും ചെയ്യാനാണ് പദ്ധതി. അർദ്ധരാത്രിക്ക് ശേഷം 1 മണിക്കൂറോടെ ഞങ്ങൾ ആഗ്ര റെയിൽവേ സ്റ്റേഷനിലെത്തി. അദ്ദേഹത്തോടൊപ്പം നിരവധി ശിഷ്യന്മാരെത്തിയിരുന്നു. അവരുടെ കൂട്ടം ശ്രദ്ധേയമായിരുന്നു. സാഹബ്ജിക്ക് ഒരു കസേരയൊരുക്കി. അദ്ദേഹം ശിഷ്യന്മാരുടെ ഇടയിൽ ശാന്തമായിരുന്നു. ഞാൻ പ്ലാറ്റ്ഫോമിൽ നടന്നുകൊണ്ടിരുന്നു. ആ ദിവസത്തെ അനുഭവങ്ങൾ ഞാൻ മനസ്സിൽ വീണ്ടും വിലയിരുത്തി. ഒരു ചെറിയ വിഷമമുണ്ടായി. എനിക്ക് ആഴമുള്ള ആത്മീയ അനുഭവമൊന്നും ലഭിച്ചില്ല. ഒരു വലിയ ആത്മബോധം ലഭിക്കുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷേ അത് സംഭവിച്ചില്ല. എനിക്ക് അർഹതയില്ലായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ വളരെ കൂടുതലായി പ്രതീക്ഷിച്ചിരിക്കാം. ഇടയ്ക്കിടെ ഞാൻ സാഹബ്ജിയെ നോക്കി. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം വളരെ ആകർഷകമാണ്. അമേരിക്കൻ പോലെ പ്രവർത്തനക്ഷമത, ബ്രിട്ടീഷ് ശൈലിയുടെ ക്രമശീലം, ഇന്ത്യൻ ആത്മീയത, ഇവയെല്ലാം ചേർന്ന ഒരപൂർവ സ്വഭാവം. ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ ആത്മീയ മാർഗദർശിയായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം വളരെ വിനയത്തോടെയിരിക്കുന്നു. ട്രെയിൻ സ്റ്റേഷനിലെത്തി. ട്രെയിനിന്റെ വലിയ ഹെഡ്ലൈറ്റ് പ്ലാറ്റ്ഫോമിൽ പ്രകാശം ചൊരിഞ്ഞു. സാഹബ്ജി തന്റെ റിസർവ് ചെയ്ത ബോഗിയിൽ കയറി. ഞങ്ങൾ മറ്റു ബോഗികളിൽ കയറി. ഞാൻ കുറച്ചു സമയം ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ യാത്ര തുടരുന്നു. ട്രെയിൻ നിൽക്കുന്ന ഓരോ സ്റ്റേഷനിലും അദ്ദേഹത്തിന്റെ അനുയായികൾ എത്തുന്നു. അദ്ദേഹത്തെ ഒരു നിമിഷം കാണാൻ പോലും അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇന്ത്യയിൽ ഒരു വിശ്വാസമുണ്ട്. ഗുരുവിനൊപ്പം ഒരു നിമിഷം ചിലവഴിച്ചാലും അതു വലിയ അനുഗ്രഹമാണ്. ഞാൻ അദ്ദേഹത്തോട് അനുമതി ചോദിച്ച് അവസാന 3 മണിക്കൂർ അദ്ദേഹത്തോടൊപ്പം ചിലവഴിച്ചു. ഞങ്ങൾ പല വിഷയങ്ങളും സംസാരിച്ചു. ലോകസ്ഥിതി, പാശ്ചാത്യ രാജ്യങ്ങൾ, ഇന്ത്യയുടെ ഭാവി, അദ്ദേഹത്തിന്റെ സമ്പ്രദായത്തിന്റെ ഭാവി. സംഭാഷണത്തിന്റെ അവസാനം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇന്ത്യ എന്നൊരു പ്രത്യേക ദേശബോധമില്ല. എല്ലാവരും എന്റെ സഹോദരന്മാരാണ്. ഈ തുറന്ന മനസ്സ് എന്നെ ആകർഷിച്ചു. അദ്ദേഹത്തോട് സംസാരിക്കുന്നത്
ഒരു പ്രത്യേക അനുഭവമാണ്. അദ്ദേഹം എല്ലായ്പ്പോഴും വ്യക്തമായും നേരായും സംസാരിക്കുന്നു. ട്രെയിൻ മുന്നോട്ടു പോകുന്നു. കഠിനമായ ചൂട് ജനാലയിലൂടെ അകത്ത് കയറുന്നു. ഞാൻ ഫാൻ സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ സാഹബ്ജി ഒരു ബാഗിൽ നിന്ന് ഓറഞ്ചുകൾ എടുത്തു. ഇത് കഴിക്കൂ, തണുപ്പാകും, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ശാന്തമായി പറഞ്ഞു, ഗുരുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ സംശയം നല്ലതാണ്. പക്ഷെ തിരഞ്ഞെടുക്കിയ ശേഷം പൂർണ്ണ വിശ്വാസം വേണം. ഒരു ആത്മീയ ഗുരുവിനെ കണ്ടെത്തുക അനിവാര്യമാണ്. അല്പസമയം കഴിഞ്ഞ് ട്രെയിൻ നിർത്തി. ടിമാർണി എന്നാരോ വിളിച്ചു. സാഹബ്ജി ഇറങ്ങാൻ തയ്യാറായി. അവസാന നിമിഷത്തിൽ എന്റെ ഉള്ളിൽ എന്തോ മാറ്റം സംഭവിച്ചു. എന്റെ സംശയങ്ങളും അഹങ്കാരവും മറന്ന് ഞാൻ ചോദിച്ചു, മഹാരാജേ, എനിക്ക് അനുഗ്രഹം ലഭിക്കുമോ? അദ്ദേഹം ചിരിച്ചു. എന്റെ ചുമലിൽ സ്നേഹത്തോടെ കൈവച്ചു പറഞ്ഞു, അത് നിങ്ങൾക്കിപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ബോഗിയിലേക്ക് മടങ്ങി. ട്രെയിൻ മുന്നോട്ട് നീങ്ങി. ജാലകത്തിലൂടെ വയലുകളും പശുക്കളും കാണാം. എന്നാൽ എന്റെ മനസ്സിൽ ഒരു ചിത്രം മാത്രം. ഒരു മഹത്തായ വ്യക്തിത്വം. അദ്ദേഹം ഒരേ സമയം ഒരു സ്വപ്നദൃഷ്ടാവ്, ഒരു യോഗി, ഒരു പ്രായോഗിക മനുഷ്യൻ, ഒരു സംസ്കാരമുള്ള വ്യക്തി. ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ. കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.